ഹലോ ഗൈസ്, ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കളിക്കുന്നത് വേൾഡ് ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പ് 3 ആണ്. ക്രിക്കറ്റിൻ്റെ ഗെയിമാണ്. നമ്മൾ ഗ്രാനി ഇടാൻ വേണ്ടി ഇരുന്നായിരുന്നു, പക്ഷേ അത് നമ്മൾ ഇച്ചിരി വെച്ച് നിർത്തിയില്ലായിരുന്നു. അതിൻ്റെ ബാക്കിയോട്ട് കളിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് അപ്പം നമുക്കാണ് ബോളിങ് വിളിക്കാം. പരസ്യം മാറിയിട്ട് വീണ്ടും കാണാം. ഓക്കെ ഗൈസ്, അങ്ങനെ പരസ്യമൊക്കെ മാറിയിട്ടുണ്ട്. ഓക്കെ, പാകിസ്ഥാൻകാരാണ് ബാറ്റിങ് തുടങ്ങുന്നത്. ഓക്കെ, ടാപ്പ് ടു കണ്ടിന്യൂ. ബുംറ ഇല്ലേ, പട്ടേലിനെ ഇറക്കാൻ, ചക്രവർത്തി എടുക്കാം. താങ്ക്സ് ബ്രോ. ടാപ്പ് ടു കണ്ടിന്യൂ. ഓക്കെ, നമുക്ക് ടോപ്പ് സ്പിൻ അറിയാം. ആരെങ്കിലും എടുക്കടാ. ഡയറക്റ്റ് ത്രോ. എടാ, ഇത്രയും താമസം എന്തുവാടാ ബോൾ വരെ. ലെഗ് സ്പിൻ. എന്നെ ഔട്ടടിക്കണേ. പിടി. 6 അടിച്ച് ഗൈസ് അവൻ. സ്കിപ്പ്. ഫ്ലിപ്പറോ? നോ ബോള്. ഇപ്പൊ പറയാം. എന്തായാലും ഔട്ടല്ല. എന്തായാലും നോ ബോൾ. എന്തോ പമ്പരോ എന്നോ പറഞ്ഞു. ഇനി നമ്മൾ ഫുട്ബോളിൻ്റെ ഒരു ഗെയിമും കൂടെ കൊണ്ടുവരുന്നതായിരിക്കും. പെർഫെക്റ്റ്. ഔട്ടാവും. ഫ്രീ ഹിറ്റായിരുന്നു പ്രോബ്ലം. ചിരി വന്നാൽ മതിയായിരുന്നു. ഡയറക്റ്റ് ഹിറ്റ്. ഓക്കെ. നോ ബോള്. രണ്ടാമത്തെ നോ ബോൾ അവർക്ക് വെറുതെ കിട്ടുമോ? 3 ഓവറേ ഉള്ളൂ. വൈഡ് ത്രോ. നോ ബോൾ. പിന്നെയും പമ്പരം കറക്കും. അവിടെ ഇപ്പോൾ 10:30 എങ്ങാണ്ടായി സമയം. പിച്ചിൻ്റെ ഗ്രൗണ്ട് അവിടെ ഒരു ക്ലോക്ക് ഇരിക്കുന്നു. പെർഫെക്റ്റ്. ഔട്ട്. അത് 4. എന്തോത്തിൻ്റെ കേടായത്. ഔട്ടാവത്തില്ല. ഫ്രീ ഹിറ്റായിരുന്നു. ഫ്രീ ഹിറ്റ് കളഞ്ഞു. എടുക്ക്. ഡയറക്റ്റ് ത്രോ. എന്നിട്ട് ബോൾ എറിയുന്നതിന് സ്പീഡില്ല ഗായ്സ്. ഓരോ ഓവറിൽ തന്നെ അവന്മാർ 21 അടിച്ച്. എന്തിരൂളക്കളി. നമ്മുടെ ബാറ്റിങ് വരട്ടെ, കാണിച്ചു തരാം. ഫുൾ ഔട്ടായിരിക്കും. നമ്മൾ തന്നെ ഔട്ടാവും. പിന്നെ ഫ്രീ ഫയറിൻ്റെ ഒരു ഗെയിമിങ്ങും വീഡിയോ ആയിട്ടും വരണം.
തോനെ ദിവസമായി. നിങ്ങൾ സപ്പോർട്ട് ചെയ്യണേ ഗൈസ്. സപ്പോർട്ട് ചെയ്ത ഒരു PC അല്ലെങ്കിൽ ഒരു ലാപ്ടോപ്പ് വാങ്ങിച്ചിട്ട് അതിൽ കളിക്കുമായിരുന്നു എല്ലാ ഗെയിമും. അപ്പോൾ കൂടിയ ഗെയിമൊക്കെ എടുക്കുമായിരുന്നു. പിന്നെ ലോ ബോള് നോക്കണ്ട, നോ ബോളാ റണ്ണൗട്ട്. പക്ഷെ നോ ബോൾ ഉണ്ട്. ഔട്ടും കയറിയില്ല. ഔട്ട് ആവണ്ടായിരുന്നു. കോഹ്ലി, വിരാട് കോഹ്ലി. എന്നാ ഔട്ട് കിട്ടിയോ ഗായ്സ്? ഔട്ട് കിട്ടി. നോ ബോളായിട്ട് ഔട്ട് കിട്ടി. കുഴപ്പമില്ല, നോ ബോളാണേലും എന്താ, നമുക്കല്ലേ ലാഭം. ഔട്ടല്ല, ഒരൗട്ടേ ആയുള്ളൂ ഇതുവരെയായിട്ട്. ആദ്യമായിട്ടാണ് ഈ ഗെയിം കളിച്ചിട്ട് എനിക്ക് ഒരൗട്ടെങ്കിലും കിട്ടുന്നത്. ക്യാച്ച്, 2 ഔട്ട്. ഓക്കെ, ഓടിവാ കണ്ണ, ചാടിവാ മണ്ണ. റണ്ണൊന്നും കിട്ടിയില്ല. പെർഫെക്റ്റ്. ഓക്കെ, പെർഫെക്റ്റ്. ജഡേജ ആണല്ലോ ബോളിങ്. രവീന്ദ്ര ജഡേജ. ഓക്കെ, ഇനി 1 ഓവറും കൂടല്ലേ ഉള്ളൂ. 23 ആയതേ ഉള്ളൂ. പറത്തിച്ചു. പരസ്യം മാറിയിട്ട് വീണ്ടും കാണാം ഗായ്സ്. അങ്ങനെ പരസ്യമൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ ഹാർദിക് പാണ്ഡ്യയാണ് എറിയുന്നത്. ഓക്കെ, ക്യാച്ച് 6 ആണ് തോന്നുന്നു. 6. അമ്പയർ ഭയങ്കര ഷോ കാണിച്ചുകൊണ്ടാണല്ലോ 6 ഒക്കെ പറയുന്നത്. ഞാൻ വിചാരിച്ച അയാൾ വീണെന്ന്. ഓഫ് കട്ട്. ഓക്കെ, കൊള്ളണേ. പിടി. അവന്മാർ നോയിക്കൊണ്ട്. ശരിയാണ്, ഡയറക്റ്റ് ഹിറ്റ്. അവന്മാർക്ക് 1 റണ്ണും കൂടെ എടുത്തുകൂടായിരുന്നു. ഇനി നമുക്ക് ഒന്നും പറയില്ല. ഔട്ട് സ്വിങ്. ഔട്ടായിരിക്കും. ആഹാ, ഈഹി ഊഹു. അടി. സ്ലോ ബോൾ. ഔട്ട്. ക്യാച്ച്. ഇപ്പോൾ 3 പേര് ഔട്ടായിട്ടുണ്ട്. ഓക്കെ, ആദ്യമായിട്ടാണ് ഒരു ഔട്ടെങ്കിലും ഞാൻ ഇതിനകത്ത് എടുക്കുന്നത്. യഥാർത്ഥത്തിലാണെങ്കിൽ ഇപ്പോൾ 10 ഔട്ട് എടുത്താണ്. എല്ലാം ഔട്ടാണ്. എനിക്ക് സ്പിന്നെടുക്കാൻ അറിയാം. സ്പിന്നെടുക്കുമ്പോൾ അവന്മാർക്ക്
വേറെ രീതിയാവും. അവന്മാർ വിചാരിക്കും ഇങ്ങോട്ടാണ് പോകുന്നത്, ചിലപ്പോൾ വൈഡായിരിക്കുമെന്ന്. പക്ഷേ അവന്മാരുടെ നമ്മുടെ സ്റ്റമ്പിൻ്റെ അടുത്തോട്ടൊക്കെ പോകും. അപ്പോൾ ഔട്ടാവും. ഓ നോ ബോൾ. ഈ ഗെയിം ആയതുകൊണ്ടാണ് ഇത്രയും പ്രശ്നം. യഥാർത്ഥത്തിൽ കളിക്കുമ്പോൾ ക്യാച്ചല്ലേ, നോ ബോളാ. റണ്ണൗട്ട് കിട്ടിയല്ലേ, ക്യാച്ച് കിട്ടിയില്ല. ഓക്കെ ഇനി എത്ര ബോളും കൂടെ ഉണ്ട്? 5. ഇനി ഒരു ബോളും കൂടെ, ലാസ്റ്റ് ബോളാ. എന്നിട്ട് നമ്മുടെ ബാറ്റിങ് ബ്രോ. സ്റ്റമ്പ് പൊട്ടട്ടെ. ക്യാച്ച് അല്ലേ, ഫ്രീ ഹിറ്റ്. ഓക്കെ, ഇനി നമ്മുടെ ബാറ്റിങ്. അപ്പോൾ നോക്കിക്കോ, അടിച്ചു പറത്തു. ഓക്കെ ബ്രോ. നമ്മൾ ഫസ്റ്റ് ഇറക്കുന്നത് വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും. എനിക്ക് ഇവർ രണ്ടുപേരെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. വിരാട് കോഹ്ലിയാണ്, പിന്നെ രോഹിത് ശർമ്മ, പിന്നെ സച്ചിൻ തെണ്ടുൽക്കർ, പിന്നെ ഋഷഭ് പന്ത്, പിന്നെ ധോണി. അങ്ങനെ പറഞ്ഞു പോകും. അല്ല, സഞ്ജു സാംസൺ ഇരിപ്പുണ്ട് ധോണിക്കൊക്കെ ഫ്രണ്ടില്. വിരാട് കോഹ്ലി, സഞ്ജു ഞാൻ പിന്നെ കാണാൻ പറഞ്ഞുതരാം. ഔട്ട്. ഫസ്റ്റ് ബോൾ ഔട്ടായി. വിരാട് കോഹ്ലി, സഞ്ജു സാംസൺ, രോഹിത് ശർമ്മ, പിന്നെ ആരാ, ധോണി, സച്ചിൻ തെണ്ടുൽക്കർ, ധോണി, പിന്നെ ആരാ, ഋഷഭ് പന്ത്, സച്ചിൻ തെണ്ടുൽക്കർ, ധോണി. അത് ഞാൻ പിന്നെ പറഞ്ഞുതരാം വേറെ ഏതെങ്കിലും വീഡിയോയിൽ. ഇപ്പം പ്രശ്നമാണ്, ബാറ്റിങ് കുറച്ച് പ്രശ്നമാണ്. റണ്ണട്. ഫോർ ബ്രോ. സിയാക്ക് എന്തോതിൻ്റെ കേടാ, തലയ്ക്കെന്തോ അസുഖം ഉണ്ടെന്ന് തോന്നുന്നു. ലാസ്റ്റിലത്തെയും കൂടെ എടുത്തേക്കാം. നെക്സ്റ്റ് 4 ഗൈസ്. മൊത്തത്തിൽ 8 റൺസ് ആയിട്ടുണ്ട്. എത്ര റൺസും കൂടെ വേണം ഇനി ജയിക്കാൻ. NPLൻ്റെ പരസ്യം ഈ ഹോട്ട്സ്റ്റാറിൽ അല്ലാതെ സ്റ്റാർ സ്പോർട്സിനകത്ത് കാണുമ്പോൾ ഉള്ള പരസ്യം. ഇങ്ങനെ ക്യാച്ച് എൽ ഷേപ്പിൽ ഇരിക്കുന്ന പരസ്യം, അതൊക്കെ ഇതിനകത്തുണ്ട്. ഇപ്പോൾ വരും, ഒന്നുകൂടെ എന്തായാലും വരും. വന്നു. ഇതേപോലെ അവിടെ പരസ്യമില്ലേ. ശുഭ്മാൻ ഗില്ലും ഔട്ടായി, രോഹിത് ശർമ്മയും ഔട്ടായി. വിരാട് കോഹ്ലിയും ശ്രേയസ് അയ്യറും കൂടാണ് കളിക്കുന്നത്. ഇനി കളിക്കാൻ പോകുന്നത് ഇത് വിരാട് കോഹ്ലിയാണോ ശ്രേയസ് അയ്യർ? വിരാട് കോഹ്ലിക്ക് വേറെ നമ്പറാണല്ലോ, 18 അല്ല. കേറി ഗൈസ്. 2 റൺസ് കിട്ടിയില്ലേ. കേറി. നോ ബോൾ. നോ ബോൾ ഇട്ടു. ഈ കളി നമ്മൾ ജയിക്കുവാണെങ്കിൽ ആദ്യമായിട്ട് ഞാൻ ഈ ഗെയിമിൽ ജയിച്ചു എന്നാണ് അർത്ഥം. അതാണ് അതിൻ്റെ അർത്ഥം.
ഒരു ഓവറായി. നമുക്ക് എത്ര റൺസ്? 15 റൺസേ ആയുള്ളൂ. അവർക്ക് ഒരു ഓവറിൽ 21 റൺസ് ഉണ്ടായിരുന്നു. ഈ പരസ്യത്തിനെയൊക്കെ കൊണ്ട് തോറ്റു. ക്രാഫ്റ്റാണൊന്നും കളിച്ചുകൂടാ. BGMI അതൊന്നും കളിച്ചുകൂടാ ഗൈസ്. ആരെങ്കിലും കളിക്കുമോ? കളിക്കുമെങ്കിൽ ഒന്ന് കമൻ്റ് ഇടണേ. കളിച്ചാൽ പൈസയൊക്കെ പോകുമെന്നാണ് പറയുന്നത്. എനിക്കറിയത്തില്ല. ഞാൻ ഒരു പ്രാവശ്യമേ കളിച്ചിട്ടുള്ളൂ. പിന്നെ പൈസയൊക്കെ പോകുമെന്ന് പറഞ്ഞപ്പം ഞാൻ പെട്ടെന്ന് അങ്ങ് മാറി. അതങ്ങ് ഡിലീറ്റ് ചെയ്തു. റണ്ണോട് 4 ഗൈസ്. വെറുതെ ഞങ്ങളുടെ പിള്ളേർ ഓടി. നമ്മുടെ പിള്ളേർ, ഞങ്ങളുടെ അല്ല, നമ്മുടെ പിള്ളേർ. നിങ്ങളുടെയും കൂടെ പിള്ളേരാണ് നമ്മുടെ ഇന്ത്യയിലെ പിള്ളേർ. ഓക്കെ 6 അല്ലേ? 6 അതൊക്കെ അത്രേ ഉള്ളു ഗൈസ്. എന്തോ പറയാൻ അത്രേ ഉള്ളു. ഓക്കെ 4 അല്ലേ? 4 29 റൺസ്. ഓക്കെ കയറി. 2 റൺസ് കിട്ടിയില്ലേ? 39 ഈ ടാർഗറ്റ്. നമ്മൾ ഈ കളി ജയിക്കും, ഉറപ്പാ. കയറി. അത്രേ ഉള്ളു. ക്യാച്ച്. 2 പേര് ഔട്ടായി. 2 പേരല്ലേ ഔട്ടായുള്ളൂ. അവരുടെ 3 പേര് ഔട്ടായി. എന്തോ പറയുന്നേ ഇവന്മാര്. ഇനി ഒരു ഓവറും കൂടെ കടക്കൂല്ലേ അല്ലേ? KL രാഹുൽ. ആരൊക്കെ ഔട്ടായി? KL രാഹുലും പിന്നെ ആരൊക്കെ കളിക്കുന്നു? പരസ്യം കഴിഞ്ഞിട്ട് വീണ്ടും ഗായ്സ്. അങ്ങനെ പരസ്യമൊക്കെ മാറിയിട്ടുണ്ട്. 33-38. ഇനി 5 റൺസും കൂടായ അവരെ സമനിലയാവും. മൊത്തത്തിൽ വേണ്ടത് 6 റൺസാണ്. ഓക്കെ, നമുക്ക് നേടാൻ ഗൈസ്. നമ്മുടെ ഇന്ത്യയുടെ മാനം കാക്കണം. തോറ്റിട്ടുള്ളത് ഞാൻ അമേരിക്കയ്ക്കൊക്കെ വേണ്ടി കളിച്ചപ്പോഴാണ്. ഞാൻ പാകിസ്ഥാന് വേണ്ടി ഇതുവരെ കളിച്ചിട്ടില്ല. പാകിസ്ഥാൻ നമ്മുടെ ശത്രുവാണ്. അവന്മാരെന്തിനാ നമ്മുടെ ഇന്ത്യക്ക് പാരണിയുന്നത്? നമ്മുടെ ഇന്ത്യ പാവമാണ് ഗൈസ്. പിന്നെ റഷ്യ, പിന്നെ ഇസ്രായേല്. സ്പിന്ന് ബ്രോ. 4. ഇനി 2 റൺസും കൂടെ മതി. വെറും 2 റൺസ്. ഓക്കെ, വെറും 2 റൺസ് മതി. ജയിച്ച് എല്ലാം ഇറങ്ങി പോടാ. പാവങ്ങൾ തോക്കാൻ വേണ്ടി റെഡി ആയിരിക്കുമോ? ക്യാച്ചാന്ന് തോന്നുന്നു. അല്ലല്ല, ജയിച്ചു ഗൈസ്. ജയിച്ചു. ആദ്യത്തെ കളി ജയിച്ചു. ഇന്ത്യ ജയിച്ചു. ട്രോഫി എടുക്കുതാറേ. ഇന്ത്യ ജയിച്ചിരിക്കുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഇന്ത്യക്ക് വേണ്ടി കളിക്കുന്നത്. അതിൽ ഞാൻ ജയിച്ചു. ഒരു പ്രാവശ്യം ഞാൻ ഇന്ത്യക്ക് വേണ്ടി കളിച്ചിട്ടുണ്ട്. അതിൽ ഞാൻ തോറ്റു.
ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അപ്പോൾ ടാറ്റ ബൈ ബൈ.